ഇ.പി. ജയരാജൻ, അതായത് നമ്മുടെ മലയാളികൾ കളിയാക്കി അദ്ദേഹത്തെ പറയും ചിറ്റപ്പൻ വിഷയം. ഇപ്പം മലയാളം മീഡിയയിൽ ഒരു മേജർ ടോപ്പിക്കായി മാറി. കാരണം അതറിയാം ആ ടോപ്പിക്ക് ആ രീതിയിലായിരിക്കും പോകുന്നത്. അതിനകത്ത് പല CPM നേതാക്കളും ഉറപ്പായിട്ടും ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്തിൻ്റെ പേരിലാണ് CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടി, എന്ത് ഐഡിയോളജിയാണ് ഉള്ളത്? ഇപ്പം പഴയ ഒരു എം.പി. രാഘവൻ്റെ കേസ് അറിയാം. അയാൾ പാർട്ടി വിട്ടുപോയി. അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ്റെ ഇഷ്യൂ അറിയാം. ഈ പാർട്ടിക്കകത്ത് പ്രശ്നം അതൊന്നുമല്ല. ഇത് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഇടതുമുന്നണിയുടെ കൺവീനർ, അതിനേക്കാളുപരി CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, അതാണ് ഇ.പി. ജയരാജൻ. അയാളിപ്പം ഒരു പ്രാവശ്യം പ്രകാശ് ജാവദേക്കറെ കണ്ടതാണ് വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡീലിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 1% പോലും ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം എനിക്ക് അയാളെ നേരിട്ടറിയാം. വെറും കള്ളനാവൻ, അതുകൊണ്ട് വിശ്വസിക്കില്ല. നേരിട്ടറിയാം, അതുകൊണ്ട് വിശ്വസിക്കില്ല. അപ്പം ഇനി എന്താണ് CPM എന്നുള്ള പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്? ഒരു കാര്യം പറയാം, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഈ ബാക്ക് ബോൺ അല്ല, പുറകിലത്തെ ബോണൊന്നുമല്ല, അവരുടെ ബോൺ, അതിൻ്റെ അടിവേരിളക്കിയേക്കുകയാണ് ജയരാജൻ. CPM ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അവരുടെ ഐഡിയോളജിക്കൽ പാർട്ടുണ്ട്, മതേതരത്വം. അവരുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. ഹിന്ദുത്വം, അതിനെതിരെ അവർ പടപൊരുതുന്നു. അതായത് പോരാട്ടം സഖാക്കൾ. എന്തുത്തരമാണ് കൊടുക്കാൻ പോകുന്നത്? അതാണ് ഐഡിയോളജിക്കൽ ഇഷ്യൂ. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഐഡിയോളജി പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞു ജയരാജൻ. ഇപ്പം ഒരു മീറ്റിങ്ങിനെ പറ്റിയാണ് ഈ രണ്ടു കൂട്ടരും പറയുന്നത്. ഇനി എത്രയോ മീറ്റിങ്ങുകൾ കിടക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ RSSന്റെ ജണ്ടേവാലില് RSSന്റെ കാര്യാലയത്തിൽ പോയി, ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രന് ഡൽഹിയിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് അയച്ചു കൊടുത്തത് ജയരാജന്റെ മകനാണ്. അതിൻ്റെ കോപ്പിയുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ താമസിക്കാൻ ഹോട്ടൽ ബുക്ക് ചെയ്ത് കൊടുത്തത് ജയരാജന്റെ മകനാണ്. റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പല ആവർത്തി ജയരാജൻ ഡൽഹിയിൽ പോയി പല സീനിയർ BJP നേതാക്കളെയും കണ്ട് എല്ലാം ഉറപ്പിച്ചതാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു സൈഡിൽ നടക്കും. പക്ഷേ ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് CPM എന്ത് പറയും? അതായത് ചെറിയ ഒരു താഴേക്കടയുള്ളവരൊന്നും അല്ല പോയിരിക്കുന്നത്. അവർ മതിൽ കെട്ടാൻ പോകുന്നു, മനുഷ്യ മതിൽ കെട്ടുന്നു, മതേതര മതിൽ, എന്തൊക്കെയാണ് കൊടച്ചക്രയൂർ കാണിച്ചു കൂട്ടിയത്. അവര് കോൺഗ്രസിനെ കളിയാക്കുന്നു, BJPയിൽ പോകുന്നു, അവര് പോകുന്നു, ഇവര് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയേക്കുന്നത്. ഇനി അതിൻ്റെ പരമപ്രധാനമായ കാര്യം പറയാം. 100 കണക്കിന് സഖാക്കളാണ് RSSും BJPയുമായിട്ട് പലയിടത്തും അക്രമമുണ്ടായിട്ട് കൊല്ലപ്പെട്ടത്. അതേപോലെ പല RSSും BJPക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേർ, ആയിരക്കണക്കിന് പേർ ജയിലുകളിലായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ CPM പോയി ഇതിനെന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ഈ പോയിന്റുകളാണ്. അതായത് CPM എന്ന പാർട്ടിക്കകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമൊന്നുമല്ല, അതുമായിട്ട് ചിന്തിച്ച്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി, അതിന് കുറച്ച് ഐഡിയോളജിയൊക്കെ ഉണ്ട്. നമ്മളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ ഈ പിണറായി വിജയനും എല്ലാവരെയും കറപ്ഷനൊന്നും ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. കാരണം അതിനെപ്പറ്റി എനിക്ക് യാതൊരു തെളിവും എൻ്റെ കയ്യിലില്ല. കാരണം ഇതുമായിട്ട് ഇവർ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇ.പി. ജയരാജൻ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും ഒക്കെ വിളിച്ചു പറഞ്ഞു എന്തുവാ ഉണ്ടായ സംഭവം? എന്ന്
എൻ്റെ പേര് മാത്രമല്ല, ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട് സെറ്റിൽ ചെയ്യാൻ പോയത്. അങ്ങനെയാണ് ഇന്ന് പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടി, ലീഗും പ്രതിപക്ഷവും എല്ലാം കൂടെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത്. അപ്പം ഇതിൻ്റെ കണ്ണിയാരാ? ബേസിക്കലി ഇതിനകത്ത് മുഴുവനും വെട്ടും തറയും വെട്ടും ഒക്കെയാണ്. ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു കുറ്റവാളി മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. മുഖ്യമന്ത്രിക്ക് ഈ സംഭവം അറിയാമായിരുന്നു, ജയരാജൻ ഇവരുമായിട്ടൊക്കെ ഡീല് ചെയ്യാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത് തടഞ്ഞില്ല? ചോദ്യമാണ്. കണ്ണൂരിൻ്റെ പാർട്ടി നേതൃത്വത്തെ നേരത്തെ വെച്ച് തടഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം മുഖ്യമന്ത്രി തന്നെയാണ് ഉത്തരം തരേണ്ടത്. അയാൾ ഇന്നോ ഇന്നലെ ഒന്നും അല്ല നന്ദകുമാറുമായിട്ടും ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. എന്തുകൊണ്ട് തടഞ്ഞില്ല? അതേപോലെ തന്നെ മതേതരം ഫാസിസം, ഗീസിസം എന്നൊക്കെ വായിക്കൊള്ളാത്ത കാര്യങ്ങൾ. ഫാസിസം, എടാ നിനക്കിതൊക്കെ പറയാൻ യോഗ്യതയുണ്ടോ? എന്ത് യോഗ്യതയുള്ളത്? കേരളത്തിൽ എത്രയോ കുടുംബങ്ങളെ അക്രമത്തിൻ്റെ പേരിൽ, പൊളിറ്റിക്കൽ വയലൻസ്, അത് കോൺഗ്രസിനകത്തുമുണ്ട്, CPM-നകത്തുമുണ്ട്, BJP-ക്കകത്തുമുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരെ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തു. ഈ പറഞ്ഞ BJP RSS-ഉമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ കുടുംബത്തോട് നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കും? അവൻ്റെയൊക്കെ ലൈഫ് തകർത്ത് കളഞ്ഞില്ലയോ? അവൻ്റെ കുടുംബത്തിൻ്റെ ലൈഫ് തകർത്ത് കളഞ്ഞില്ലേ? ആർക്കു വേണ്ടിയാ? അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ചില CPM നേതാക്കൾ ചാനലിലിരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തന്നെ പുച്ഛം തോന്നി. ഇവന്മാരോട് ഇവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു മകൻ്റെ ജയരാജൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആലോചിച്ച് നോക്കുക. പ്രകാശ് ജാവ്ദേക്കർ ബർത്ത്ഡേക്ക് അതുവഴി പോയപ്പോൾ അവിടെ കയറി. ഏതെങ്കിലും കള്ളം പറയാൻ നേരത്ത് പ്രോപ്പറായിട്ട് പഠിച്ചു പറയാം എന്താ പറയേണ്ടത്. അതിനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഒരു മരപ്പൊട്ടനാണ് EP ജയരാജൻ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കള്ളം പറയുമ്പോൾ ആ പ്രോപ്പറായിട്ട് പറയാൻ ശ്രമിക്കുക. കാരണം ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അതിന് പോലുമുള്ള കഴിവില്ല. ഇയാൾ എങ്ങനെ ഇവിടം വരെ എത്തി? ഇതാണ് അടുത്ത ചോദ്യം. CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് എത്തും. കാരണം മുഴുവനും അടിമകളും സ്ലേവുമായിട്ടാണ് ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ ജയരാജൻ ഇലക്ഷൻ്റെ അന്നേ ദിവസം ഇതേപോലെ ഒരു സംഭവം ബോംബ് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഇന്നലെ നടന്ന ഇലക്ഷനിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട്. ഇനി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ എടുക്കുക. ഇലക്ഷൻ തുടങ്ങിയ ശേഷം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ശേഷം പലയിടത്തും പറഞ്ഞു BJP ആണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ്. കാരണം ഈ ഡീൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം അയാൾക്കറിയാം അയാൾ പോകുന്ന പാർട്ടി ഇനിയും BJP ആണ്. അപ്പം അതിനു വേണ്ടി അയാൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ പിന്മാറി, ഇത് ഭയന്ന് പിന്മാറി. ഇതിനൊക്കെ CPM എന്ത് ഉത്തരവാണ് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റൂ. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും റൈറ്റും ലെഫ്റ്റും ഹാൻഡായിട്ട് നടന്നിരുന്ന ആളാണ് ജയരാജൻ. എങ്ങനെ ജയരാജനെ തള്ളി പറയാൻ പറ്റും? കാരണം ഒരു CPM നേതാവ് പറഞ്ഞാൽ ഡീൽസ് ആൻഡ് വീൽസിന്റെ മുഴുവൻ ആണിക്കല്ലെന്ന് പറയുന്നത് ഈ ജയരാജനാ. എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? കാരണം അയാൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. നടപടിയൊന്നും അയാൾക്കെതിരെ എടുക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നൊന്നുമില്ല. നടപടി എടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അയാളെ പുറത്താക്കേണ്ടത്. കാരണം അത്ര പാർട്ടിയെ പോലും, ആ കണ്ണൂർ പാർട്ടിയെ CPM-നെ നശിപ്പിക്കാമെന്ന് ഇയാൾ വാഗ്ദാനം കൊടുത്തു. 10-12 പേരെ പാർട്ടി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബേസിക്കലി പാർട്ടി ഇടപെടുന്നത്. അപ്പം അത്രയും നാളും ഇതെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും കൂട്ടരും നിന്നു കൊടുത്തു. ഇത് MV ഗോവിന്ദനും അറിയത്തില്ലായിരുന്നു ഈ സംഭവം. അയാൾക്ക് അറിയാമായിരുന്നു ഈ സംഭവം. ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇയാൾ ഈ BJP-യുമായിട്ട് ഡീൽസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു മീഡിയേറ്ററാണ് ബ്രോക്കർ നന്ദകുമാർ.
ഇത് മാത്രം ഇത് സിമ്പിളായിട്ട് CPM കാണുന്ന പോലൊന്നും അല്ല ഇത്. കാരണം ഞാൻ പല താഴേക്കടയിലുള്ള പാർട്ടിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ പാർട്ടി ഇങ്ങനെ ആകുമോ, എന്നിട്ട് ഈ ജയരാജൻ സഖാവ് ഈ രീതിയിൽ പെരുമാറുമോ? അതായത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ പാർട്ടിയുടെ അടിയിളകി. ഇത് ഏത് രീതിയിൽ കൊണ്ട് എവിടെ ചെന്ന് എത്തിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം.